ഹായ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, ഇന്ന് ദൃശ്യം 3 റിലീസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിലിം കാണാൻ പോകാനുള്ള ഒരു പ്ലാൻ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഓഫീസിൽ നിന്ന് കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഇറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പോഴല്ലേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ, പിന്നെ ആ തിരക്കിൽ വിട്ട് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഫോൺ പിടിച്ച് സംസാരിക്കലൊക്കെ കുറവാണ്. അപ്പോൾ എൻ്റെ കമ്മൽ കാണുന്നുണ്ടോ? ഇതിവിടെ പെരുമ്പില ഒരു ഫാൽക്കൺ മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാള് പുതിയത് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ പൊതുവേ ഫാൻസി കമ്മൽ വാങ്ങിക്കൽ കുറവാണ്, പക്ഷെ എനിക്ക് ഈ കളർ ഇടിവിട്ട് കളർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിങ്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷനാണ്, അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് ശോഭാ സിറ്റിയിലാണ് കേട്ടോ. തൃശ്ശൂർ നമ്മുടെ ശോഭാ സിറ്റിയിലാണ് പോണേ. അവിടെ നമ്മൾ ലാസ്റ്റ് സീറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ സീറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, പോയവർക്കൊക്കെ അറിയാം. കാണാത്തവരാണെങ്കിൽ ഞാൻ അവിടെ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ എടുത്തരാം. ഓക്കെ, അപ്പോൾ ഞാനിനി റെഡി ആവാൻ നോക്കട്ടെ. ഔട്ട്ഫിറ്റൊക്കെ ഞാൻ റെഡിയായി വന്നതിന് ശേഷം പോകുമ്പോൾ പ്ലേയിൽ ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ റെഡി ആവട്ടെ. പിന്നെ എന്താ പറയാൻ വന്നത്, അത് 2015 പ്രേമം മെയ് 29 തോന്നുന്നുണ്ട്. 2015 മെയ് 29 പ്രേമം റിലീസായത്. ആ സമയത്താണ് ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ടിട്ടുള്ളത്. അന്ന് എൻ്റെ നീതു വനേട്ടനൊക്കെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ അവരാണ് എന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് കൊണ്ടുപോയത്. പ്രേമം കാണാൻ വേണ്ടി പോയത് ഞങ്ങൾ ഇവിടെ കുന്നുകുളത്ത് നിന്നാണ് കണ്ടത്. അപ്പോൾ ഈ സമയത്ത് ഞാനത് ഓർക്കുന്നു അവരെ. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഒരു 10-11 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ റിലീസിൻ്റെ അന്ന് ഫിലിം കാണാൻ പോണത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഏട്ടൻ കാണുമ്പോഴേ ഏകദേശം കണ്ടില്ലേ, മേലെ കഴുകി കണ്ടാൽ വന്നിട്ട് കഴിയില്ല, ആകെ അപ്പോഴേക്കും വേറെ തുടങ്ങി. കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഇപ്പോൾ വേറെ. ഹായ്, ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഈ ജീൻസ് പാൻറ്റും ബനിയനും പിന്നെ എൻ്റെ ഫേവറേറ്റ് വാച്ചും. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. നമ്മളത് എങ്ങനെ ഇറങ്ങി നമ്മൾ ഏകദേശം സോഫ സിറ്റിയുടെ അവിടെ എത്താറായി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു, അയ്യോ വീഡിയോ എടുക്കില്ലല്ലോ. അങ്ങനെ വേഗം ക്യാമറയ്ക്ക് ഓണാക്കി അപ്പോൾ നമ്മൾ ശോഭ സിറ്റിയുടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് അതിനകത്തോട്ടൊക്കെ കിടന്നു. പിന്നെ നമ്മൾ ആദ്യം പോയത് പാർക്കിങ്ങിലാണ്. അവിടെ പാർക്കിങ്ങിലൊക്കെ പോയി നമ്മൾ പാർക്കിംഗ് ഫീ ഒക്കെ അടച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ ലിഫ്റ്റിൽ കയറി ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടേക്ക് ഒന്ന് നടന്നു. ഇപ്പോൾ നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിൽ പോകണം. അവിടെയാണല്ലോ കണ്ണമോൻ നമുക്കൊന്ന് ഹാപ്പി ആക്കാൻ പറ്റുന്നത്. ഈ ഡൈനോസറൊക്കെ കണ്ടു അവിടെ. അങ്ങനെ അവിടെ ഒരുപാട് ഗെയിംസിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡൈനോസറിൻ്റെ അവിടെ വെച്ചൊരു ഫോട്ടോയൊക്കെ എടുത്ത് ചുമ്മാ കണ്ണമോൻ അങ്ങനെ ഗെയിമൊന്നും കളിച്ചൊന്നുമില്ല. എന്നാലും നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടന്നു. കണ്ണമോൻ ആയ ഒരു സെക്ഷൻ ഇതായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര രസമായിരുന്നു കളിക്കാനൊക്കെ. ബോളൊക്കെ ഭയങ്കര കളർഫുൾ ബോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ കളിക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങളും ഹാപ്പിയായി. ഫസ്റ്റ് നമ്മൾ കൊണ്ടുപോയി തിയേറ്ററിൽ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ അവനൊക്കെ ഇരിക്കില്ല എന്ന് നമുക്കറിയാം. അത് ഞാനപ്പോൾ നമ്മൾ വിചാരിച്ചു അവനൊന്ന് നോക്കി ആവട്ടെ, അപ്പോൾ നമുക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഫിലിം കാണാമല്ലോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ ആശാൻ ഇവിടെ കിടന്ന് അർമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫ്രണ്ട്സൊക്കെ കിട്ടി അവനവിടെ. അപ്പോൾ അവനവൻ ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മളത് പോപ്കോണൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു. നമ്മളവിടെ കാരമൽ അതുപോലെ ചീസൊക്കെ പോപ്കോണാണ് വാങ്ങിച്ചത്. ഞാൻ പോപ്കോണൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതായിരുന്നു കേട്ടോ ആ സീറ്റ്. അടിപൊളിയായിരുന്നു. നമുക്കിതിങ്ങനെ നീക്കാനൊക്കെ പറ്റും, കിടക്കാം, കാലൊക്കെ നീട്ടി വെച്ച് കിടക്കാം. അത് കാരണം കണ്ണമൂന്ന് നോക്കിയായിരുന്നു. അങ്ങനെ അവിടെ പപ്പൂസൊക്കെ കഴിച്ച് തുടങ്ങി. പരസ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളായിരുന്നു കേട്ടോ. എല്ലാ സീറ്റും ഫില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കണ്ടു. നല്ല റിലീസിൻ്റെ അന്ന് തന്നെ കാണാൻ പറ്റിയിട്ടില്ല. വളരെ സന്തോഷം. നല്ല പടമാണ്. എല്ലാവരും പോയി കാണണം. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം.